മറിച്ച് അവന്റെ സാലിഹായ അമലുകൾ ഏറ്റവും സുന്ദരനും സുമുഖനുമായ ഒരു വ്യക്തിയായി, അങ്ങനെ ഒന്നിലധികം അമലുകൾ ഒന്നിലധികം വ്യക്തികളായി തന്നെ സമീപിച്ച് തന്നോട് സന്തോഷവാക്കുകൾ പറഞ്ഞ് കൂടെ നിൽക്കുക മാത്രമല്ല, മഹാനായ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുന്നത് വിശുദ്ധ ഖുർആനിന് ഇക്കാര്യത്തിൽ പ്രത്യേക സ്വാധീനമുണ്ട്. ഖുർആൻ ഇവന് വേണ്ടി അള്ളാഹുവിന്റെ തിരുസന്നിധിയിൽ ശഫാഅത്ത് പറയുന്നത്. കഴിഞ്ഞ പ്രാവശ്യം ഒരു സൂറത്ത് തബാറക്കയുടെ ഒരു ചെറിയ സംഭവം പറഞ്ഞു. അക്കൂട്ടത്തിൽ സൂറത്ത് തബാറക്കയും സൂറത്ത് സജദയും സൂറത്ത് യാസീനും സൂറത്തുൽ ബഖറയും സൂറത്ത് ആൽ ഇംറാനും ഇവയാണ് ഏറെ സ്വാധീനം ചെലുത്തുന്നത്. എല്ലാം അള്ളാഹുവിന്റെ കലാമ് ഒക്കെയും അവിടെ സ്വാധീനമുണ്ടെങ്കിലും ഇപ്പറയുന്ന 4-5 സൂറത്തുകൾക്ക് പ്രത്യേക സ്വാധീനം ഖബറിലും മഹ്ശറായിലും സിറാത്തിലും ഉണ്ട് എന്ന് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ട്. അപ്പോ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ വിശുദ്ധ കലാമാവുന്ന ഈ ഖുർആൻ ഇവൻ ഹിഫ്ള് ചെയ്യുകയും അവൻ അതനുസരിച്ച് അമൽ ചെയ്യുകയും തഹജ്ജുദ് നിസ്കരിക്കുകയും ഒക്കെ ചെയ്ത ആ ഖുർആൻ സുന്ദരനായ ഒരു മനുഷ്യരൂപം കൊണ്ട് ഇവന്റെ അരികെ വന്ന് സന്തോഷങ്ങൾ പറഞ്ഞു നിൽക്കുക മാത്രമല്ല, അപ്പോൾ വീടുകളിൽ പോയി തന്റെ കുടുംബത്തിന്റെ സുഖവിവരങ്ങൾ അന്വേഷിച്ചറിഞ്ഞ് റിപ്പോർട്ട് നൽകിക്കൊണ്ടിരിക്കും എന്ന് ഇമാം സുയൂത്തി റഹ്മത്തുള്ളാഹി അലൈഹി തന്റെ ശറഹ് സുദൂറിൽ ഹദീസ് ഉദ്ധരിച്ചുകൊണ്ട് പറയുന്നു. വീട്ടിൽ നടക്കുന്ന തന്റെ കുടുംബത്തിൽ നടക്കുന്ന ഓരോ കാര്യങ്ങളും അപ്പോൾ പോയി കണ്ട് മനസ്സിലാക്കി അത് ഈ ഖബറിൽ കിടക്കുന്ന വ്യക്തിക്ക് ഈ വിശുദ്ധ ഖുർആൻ വിവരം നൽകിക്കൊണ്ടിരിക്കുകയാണ്. എന്റെ മകൻ ഇങ്ങനെയാണ്, എന്റെ മോള് ഇങ്ങനെയാണ്, ഓൾ ഇന്നത് ചെയ്തിട്ടുണ്ട്, അല്ലെങ്കിൽ എന്റെ ഭാര്യ ഇങ്ങനെ ചെയ്തിട്ടുണ്ട്, ജ്യേഷ്ഠന്മാരിങ്ങനെ ചെയ്തു, അഞ്ചന്മാരിങ്ങനെ ചെയ്തു, നിന്റെ വീട്ടിൽ ഇന്നത് സംഭവിച്ചു. ഇങ്ങനെ ഓരോ കാര്യങ്ങളും നല്ലതും ചീത്തയും മുഴുക്കിയും ഈ മനുഷ്യരൂപം കൊണ്ടുവരുന്ന അള്ളാഹുവിന്റെ വിശുദ്ധ ഖുർആൻ വിവരം നൽകിക്കൊണ്ടിരിക്കുകയാണ്. പ്രത്യേകിച്ച് തന്റെ മക്കൾ ചെറുപ്പത്തിലാണ് ഇയാൾ മരണപ്പെട്ടു പോയത്. ഈ കുട്ടികൾ ഖുർആൻ പഠിക്കാൻ ചേർന്നു. ഖുർആനിലെ ഓരോ സൂറത്തും കുട്ടികൾ പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ പ്രത്യേകമായ സന്തോഷ വാർത്ത വന്നിട്ട് ഈ തന്റെ കൂടെയുള്ള ഖുർആൻ അവിടുത്തെ വിവരം പ്രത്യേകമായി അറിയിക്കും. നിന്റെ ഇന്ന മോന് ഇന്ന സൂറത്ത് ഹിഫ്ളാക്കിയിട്ടുണ്ട് എന്ന പ്രത്യേകമായ സന്തോഷ വാർത്ത അറിയിക്കും. എന്നിട്ട് അതിന്റെ പേരിൽ പ്രത്യേകമായ സമ്മാനങ്ങൾ ഈ ഖബറിൽ കിടക്കുന്ന ഈ രക്ഷിതാവിന് ലഭിച്ചുകൊണ്ടിരിക്കുകയും ചെയ്യും. ഖുർആനുമായിട്ടുള്ള ബന്ധം നമ്മൾ എപ്പോഴും പരമാവധി സജീവമാക്കുക. അത് നമ്മെ വല്ലാതെ സഹായിക്കും. നാളെ പരലോകത്ത് നമുക്ക് വേണ്ടി ശഫാഅത്ത് ചെയ്യാൻ മറ്റാരെക്കാളും മുമ്പന്തിയിൽ അള്ളാഹുവിന്റെ വിശുദ്ധ കലാമാവുന്ന ഖുർആൻ ശരീഫാണ് ഉണ്ടാകുകയാണ്. സൂറത്ത് സജദയും സൂറത്ത് തബാറക്കയും റഹ്മാനായ റബ്ബിന്റെ തിരുഹദ്റത്തിൽ ചെന്നിട്ട് അത് ഹിഫ്ളാക്കി ഓതണം, എന്നാലേ ഉള്ളൂ. അങ്ങനത്തെ ആൾക്ക് വേണ്ടി അള്ളാഹുവിന്റെ മുന്നിൽ വാദിക്കുന്നത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാൻ, പടച്ചവനെ, ഞങ്ങൾ നിന്റെ വിശുദ്ധ കിതാബാവുന്ന ഖുർആനിൽ നിന്റെ കലാമാണെങ്കിൽ ഞങ്ങളെ മനപ്പാടമാക്കി ഹിഫ്ളാക്കി നിത്യമായി ഓതിക്കൊണ്ടിരുന്ന വ്യക്തിയാണ്. അയാളെ ശഫാഅത്ത് ചെയ്യാനുള്ള അവകാശം തരണം. അത് തരുന്നില്ലെങ്കിൽ നിന്റെ വിശുദ്ധ ഖുർആനിൽ നിന്നിട്ട് ഞങ്ങളെ മാറ്റിവെക്കണം. വാദിക്കുക. തബാറക്കയും സൂറത്ത് സജദയും സാഹിബിഹി, അത് ഹിഫ്ളാക്കി പതിവായി ഓതുന്ന വ്യക്തിക്ക് വേണ്ടി റബ്ബിന്റെ മുന്നിൽ വാദിക്കുകയാണ്. എന്താ വാദം? നിന്റെ കലാമാണ് ഞങ്ങളെങ്കിൽ ഈ കലാം പഠിച്ച് അത് അമൽ ചെയ്ത് ഓതി പതിവാക്കിയ ആ വ്യക്തിക്ക് ശഫാഅത്ത് ചെയ്യാനുള്ള അവകാശം തരണം. അയാളെ ശഫാഅത്ത് ചെയ്ത് രക്ഷിക്കാനുള്ള അധികാരം നീ തരണം. ഇല്ലെങ്കിൽ നിന്റെ ഖുർആനിൽ നിന്ന് ഞങ്ങളെ മാറ്റിവെക്കണം. അള്ളാന്റെ കലാം എന്തായാലും അള്ളാന്റെ കലാം മാറ്റി വെക്കൂല എന്നുള്ള ഉറപ്പല്ലേ? അങ്ങനെ അള്ളാഹുവിനോട് ചോദിച്ചു വാങ്ങി ശഫാഅത്ത് അധികാരം വാങ്ങി വരും സൂറത്ത് സജദയും സൂറത്ത് തബാറക്കയും എന്ന് മഹാനായ പ്രവാചകർ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. സൂറത്ത് തബാറക്കക്ക് പ്രത്യേകമായൊരു കഴിവുണ്ട്. പതിവായി സൂറത്ത് തബാറക്ക ഓതിയിരുന്നാൾ
ഖബറിൽ വെച്ചത് ഓതിക്കൊണ്ടിരിക്കും. അപ്പോഴും മുറിയാത്ത അമലായി അവനെ സ്വന്തം അമലായി ലഭിക്കും. മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അതിന്റെ മഹത്വങ്ങൾ കുറെ പറഞ്ഞിട്ട് പറയാൻ, ലവദിത്തു അന്ന സൂറത്തുൻ മിനൽ ഖുർആൻ 30 ആയ ഫീ ഖൽബി കുല്ലി ഉമ്മത്തി. എന്റെ ഉമ്മത്തുകളുടെ മുഴുവൻ ആളുകളുടെയും ഹൃദയത്തിൽ ഈ 30 ആയത്തുകൾ വരുന്ന സൂറത്ത് ഹിഫ്ളായി ഉണ്ടായെങ്കിൽ എന്ന് ഞാൻ കൊതിച്ചുപോയി. കാരണം ഖബറിലെ ശിക്ഷയിൽ നിന്ന് സൂറത്ത് തബാറക്കക്ക് രക്ഷപ്പെടുത്താൻ കഴിയുന്നത് പോലെ മറ്റൊരു പുണ്യകർമ്മത്തിനും സാധ്യമല്ല. അത്ര സ്വാധീനം അവിടെ ചെലുത്താൻ അതിന് സാധിക്കും. എന്ന് മാത്രവുമല്ല, തലഭാഗത്തിലൂടെ അദാബിന്റെ മലായിക്കത്ത് വരുമ്പോൾ അവിടെ ഒരു സെക്യൂരിറ്റിയായി തബാറക്ക് വരുന്നു. ഈ മയ്യത്ത് അവൻ ഹിഫ്ളാക്കി എന്നെ ശിരസ്സുവഹിലേക്ക് നടന്നവനാണ് തബാറക്ക്. അതുകൊണ്ട് ഈ ഭാഗത്തിലൂടെ കയറി വരാൻ യാതൊരു നിവൃത്തിയുമില്ല. ഞങ്ങൾ ഇവിടെ നിൽക്കുന്നിടത്തോളം ഇപ്പുറം വരാൻ പറ്റില്ല. അങ്ങനെ ആ അദാബിനെ കൊണ്ട് ഏൽപ്പിക്കപ്പെട്ട മലായിക്കത്ത് മറുവശത്തിലൂടെ ഒന്ന് കാൽഭാഗത്തിലൂടെ വരുമ്പോൾ അവിടെയും ഇതേ തബാറക്ക് തന്നെ സംരക്ഷണം വലയം സൃഷ്ടിച്ച് സെക്യൂരിറ്റി ആയിരുന്നു പറയും, ഇവിടെ കയറാൻ പറ്റില്ല. കാരണം എന്നെ തബാറക്കയാവുന്ന എന്നെ അർദ്ധരാത്രി സമയത്ത് ഓതി നിന്ന് നിസ്കരിച്ചവരാണിവൻ. ഇക്കാലിൽ നിന്ന് നിസ്കരിച്ച് ഈ തബാറക്കയാവുന്ന എന്നെ ഓതി രാത്രി സമയത്ത് നിസ്കരിച്ച ഈ മനുഷ്യന്റെ ഈ ഭാഗത്തിലൂടെ കടക്കാൻ അള്ളാഹുവിന്റെ കലാമാണ് ഞാനെങ്കിൽ ഞാൻ അനുവദിക്കില്ല. അങ്ങനെ രണ്ട് ഭാഗത്തിലൂടെയും പ്രവേശിക്കാൻ അനുവദിക്കാതെ തലഭാഗത്തിൽ നിന്നും കാൽഭാഗത്തിൽ നിന്നും സംരക്ഷണം സൃഷ്ടിച്ച് അള്ളാഹുവിന്റെ അദാബിനെ തടയും. അതുകൊണ്ട് സൂറത്തുൽ മാനിഅ എന്നൊരു പേര് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തബാറക്കത്ത് പറഞ്ഞു.